എല്ലാവരും സുഖമല്ലേ? ഇന്ന് റാഗി ഇട്ടിട്ടൊരു ഇഡ്ഡലി ഉണ്ടാക്കാൻ കാണിച്ചു തരാം. യൂഷ്വലി വൈറ്റ് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ 3:1 റേഷ്യോയിൽ നമ്മൾ ഇഡ്ഡലി റൈസും ഉഴുന്നും എടുക്കുന്നതിന് പകരം 1.5 കപ്പ് റാഗി 1.5 കപ്പ് ഇഡ്ഡലി റൈസ് ഒരുമിച്ചിട്ട് സോക്ക് ചെയ്യുക. ഉഴുന്ന് 1 കപ്പ് എടുക്കുക. ഉഴുന്നിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉലുവയും വേണം. റാഗിയും അരിയും നല്ലോണം വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്ത് വെക്കുക. ഒരു 10 മണിക്കൂർ 8 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. രാവിലെ സോക്ക് ചെയ്തിട്ട് വൈകുന്നേരം അരച്ചെടുക്കാം. ഉഴുന്നും അതുപോലെ തന്നെ കഴുകി വെക്കുക. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അരക്കുമ്പോൾ ഈ വെള്ളം തന്നെ യൂസ് ചെയ്ത് അരക്കുക. അതുകൊണ്ട് നല്ല ക്ലീനായി കഴുകിയിട്ട് വെക്കണം. ഇപ്പോൾ വൈകുന്നേരം അരച്ചു. ആദ്യം ഉഴുന്ന് അരച്ചു നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, മാവ് ചൂടാവാണ്ട്. ഇതെന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാം. പിന്നെ റാഗിയും അരിയും അരച്ചു, അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. ഉഴുന്നിൻ്റെ കൂടെ നല്ലോണം ബ്ലെൻഡ് ആവണം. വിസ്ക് ഉണ്ടെങ്കിൽ വിസ്കിനെ കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായി കലക്കിയെടുക്കുക. ഈവണായിട്ട് ചെയ്യണം. ഇതിപ്പം പിറ്റേന്ന് രാവിലെ ഞാൻ എടുത്ത് ഇപ്പം നന്നായി ഫെർമെൻ്റ് ആയിട്ടുണ്ട്. എൻ്റെ റൂം ടെമ്പറേച്ചർ രാത്രി ഒരു 29-ൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് ഡ്രോപ്പ് ആയിട്ടുണ്ടാവും. എന്നാലും ഒരു 10-12 മണിക്കൂറിൽ ഇതുപോലെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ വേഗം ഫെർമെൻ്റ് ആവും. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പിട്ട് നന്നായി കലക്കുക. ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നത് തീരെ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ തട്ടിലേക്ക് നമുക്ക് എള്ളെണ്ണ തേക്കാം. എന്നിട്ട് ഇതുപോലെ ഹോൾസ് പിന്നെ മാവ് അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് വെക്കുക. എന്നാൽ പിന്നെ ഈവനായിട്ട് സ്റ്റീം കയറും. പിന്നെ ഒരു കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ തട്ടിനെ താഴ്ത്തി വെക്കുക. ഇഡ്ഡലി ചെമ്പാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ കുക്കറിൽ ഒരു 4 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 3 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് എക്സ്ട്രാക്റ്റ് ചെയ്യാം. നഞ്ഞ സ്പൂൺ വെച്ചിട്ട് കോരിയെടുക്കാം. അല്ലെങ്കിൽ ഈ തണുത്ത ടാപ്പിൻ്റെ അടിയിൽ കാട്ടിയിട്ട് പെട്ടെന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാം. ഇപ്പോൾ ചട്നിയും സാമ്പാറും കൂട്ടി കഴിക്കുകയാണ്. അത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഫൈബറൊക്കെ കൂടിയതുകൊണ്ട് കൂടുതൽ വെള്ള ഇഡ്ഡലിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും തോന്നുന്നു. ടേസ്റ്റിനും കുഴപ്പമൊന്നുമില്ല. ഇതന്നെ ദോശയായിട്ടും ചുട്ടെടുക്കാം. താങ്ക്സ് കേട്ടോ.